ഞാൻ വേറെ എവിടെയെങ്കിലും ചെന്നേച്ചാണേലും ഇവിടുന്ന് മേടിക്കുന്ന 1 കിലോ സാധനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ 1 കിലോ ആയിരിക്കണം അല്ലേ? ഇങ്ങോട്ട് മാറ്റിക്കോളൂ. ഇതെനിക്ക് വൈബ്രേഷന്റെ സൗണ്ട് ആയതുകൊണ്ട് പറഞ്ഞു. ഹലോ. ഹലോ സാറേ. അപ്പം നമ്മൾ ഇവിടുന്ന് 1 കിലോഗ്രാം മേടിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ചെന്നാലും, ഇപ്പം നമ്മൾ അമേരിക്കയ്ക്ക് പോയാലും സൗദി ചെന്നാലും എവിടെ ചെന്നാലും അത് ആ ഒരു സാധനത്തിന്റെ ക്വാണ്ടിറ്റിയുടെ ആ യൂണിറ്റിന്റെ മൂല്യം തന്നെ നമുക്ക് കിട്ടണം. അപ്പം ശരിക്കും യൂണിറ്റ് സിസ്റ്റങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പഴയ ഓൾഡ് സിസ്റ്റങ്ങളായിരുന്നു. 3 ഓൾഡ് യൂണിറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. യൂണിറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. യൂണിറ്റ് സിസ്റ്റം. ഫസ്റ്റ് വൺ CGS സിസ്റ്റം കേട്ടുണ്ടോ? CGS. ഞാൻ മുമ്പ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതൊക്കെയാണെന്നാ പറഞ്ഞേ? ലെങ്ത്, വെലോസിറ്റി, മീറ്റർ. ഫണ്ടമെന്റലോ? ലെങ്ത്, മീറ്റർ, മാസ്, ലെങ്ത്, മാസ്, ടൈം. കേട്ടോ, ലെങ്ത്, മാസ്, ടൈം. ലെങ്തിനെ സെന്റിമീറ്ററിലും, മാസിനെ ഗ്രാമിലും, ടൈമിനെ സെക്കൻഡിലും. ഇതിന്റെ എല്ലാം ആദ്യത്തെ അക്ഷരല്ലേ നോക്കി? CGS അല്ലേ? കണ്ടോ? സെന്റിമീറ്ററിന്റെ C, ഗ്രാമിന്റെ G, സെക്കൻഡിന്റെ S. CGS സിസ്റ്റം. കണ്ടെങ്ങനെയാ വന്നതെന്ന്? So actually there are 3 old or ancient എന്ന് പറയും. പുരാതനമായ, പഴകിയ, പണ്ടുള്ള ആൻഷ്യന്റ്. ഇപ്പൊ മലയാളം കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതല്ലേ? ANC. ആൻഷ്യന്റ് യൂണിറ്റ് സിസ്റ്റങ്ങളാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ CGS സിസ്റ്റം, സെക്കൻഡ് വൺ MKS സിസ്റ്റം. ഇപ്പൊ ലെങ്ത് ഏതിലായിരിക്കും പറയാമോ? മീറ്ററിലാണോ? മീറ്റർ. വെരി ഗുഡ്. M തുടങ്ങണം. മാസ് ഏതിലായിരിക്കും? കിലോഗ്രാം. ടൈം ഏതിലായിരിക്കും? സെക്കൻഡ്. വളരെ എളുപ്പമാണ്. അപ്പം ഡിഫറെന്റ് യൂണിറ്റ് സിസ്റ്റം ചോദിക്കും. ഇത് ഉറപ്പായിട്ട് എഴുതാൻ പറ്റണം. CGS, MKS. ഇനി ഓരെണ്ണോടെയുണ്ട്. അപ്പൊ നോക്കി, ഇവിടെ അതുപോലെ തന്നെ ഇതിന്റെ ആദ്യത്തെ 3 ലെറ്ററിങ് എടുത്താൽ മതി. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. അതാണ് MKS സിസ്റ്റം. തേർഡ് വൺ FPS സിസ്റ്റം. FPS സിസ്റ്റം. FPS ഏതായിരിക്കും? അതിന്റെ ഏതാ? ലെങ്ത്, മാസ്, ടൈം. സെക്കൻഡ് തന്നെ. മാസ് കേട്ടിട്ടുണ്ടോ? പൗണ്ട് എന്ന് പറയും. പൗണ്ട്. 1 പൗണ്ട്, 2 പൗണ്ട്. ലെങ്ത് F കൂട്ടി കേട്ടിട്ടുണ്ടോ? ഫുട്ട്. ഒരടി എന്ന് പറയല്ലേ? FOT, 1 ഫുട്ട്. 1 അടി, 2 അടി, 3 അടി കണക്കുകൾ പറയുമ്പം. സോ ബേസിക്കലി for an ancient state we are using 3 type of unit system. ഏതൊക്കെയായിരുന്നു? FPS. എടോ ആദ്യം പോലെ പറയടോ. CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം. ഇനി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന 4ാമത്തെ യൂണിറ്റ് സിസ്റ്റം ആണ് SI, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് സിസ്റ്റം. SI യൂണിറ്റ് സിസ്റ്റം. അതിനകത്ത് 7 എണ്ണമാണ് പഠിക്കാനുള്ളത്. അത് പഠിക്കുകയും ചെയ്യണം. ഫസ്റ്റ് വൺ ലെങ്ത് മീറ്ററിലാണ് പറയണത്. അത് എഴുതുന്നത് സ്മോൾ m. ഓക്കെ. അടുത്തത് മാസിന്റെ ഏതായിരിക്കും എന്ന് പറയാ? ഇപ്പൊ ഉപയോഗിക്കുന്നത് മാസ് കിലോഗ്രാം, സ്മോൾ k, സ്മോൾ g, ഗ്രാം, കിലോഗ്രാം. 3ാമത്തെ ടൈമിൻ സെക്കൻഡ്, ടെമ്പറേച്ചർ
ടെമ്പറേച്ചറിന്റെ പറയാവോ? ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ കെൽവിൻ. ക്യാപിറ്റൽ കെ. ഇനി രണ്ടെണ്ണം പഠിക്കാൻ. ലൂമിനസ് ഇന്റൻസിറ്റി. അതിന്റെ യൂണിറ്റ് ആണ് ക്യാൻഡല. ക്യാൻഡല CD. ചെറിയ സി ചെറിയ ഡി. ഇത് ഇച്ചിരി പാടുണ്ടെന്ന് തോന്നുന്നു അല്ലേ പഠിക്കാൻ? പഠിക്കണം. പക്ഷെ അടുത്തത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ മാറ്റർ. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. അത് കെമിസ്ട്രി കേട്ടിട്ടുണ്ടോ? 1 AMU എന്നൊക്കെ. അല്ലെങ്കിൽ മോൾ എന്ന് കേട്ടിട്ടുണ്ടോ? മോൾ MOL ആണ് മോള്. റെപ്രസെന്റ് ചെയ്യുന്നത് MO. Then the last one current. കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ക്യാപിറ്റൽ A. ഓക്കെ, ഇതാണ് നമ്മളുടെ നാലാമത്തെ ഇപ്പൊ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് സിസ്റ്റം. ഏതൊക്കെയാണ് പറഞ്ഞത്? ലെന്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, കറണ്ട്. ഓരോന്നിന്റെയും യൂണിറ്റ് പറഞ്ഞ. ലെന്ത് മീറ്റർ M, മാസ് കിലോഗ്രാം kg, ടൈം സെക്കൻഡ് S, ടെമ്പറേച്ചർ കെൽവിൻ K, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല CD, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ മോള് മോൾ എന്ന് എഴുതുമ്പോൾ ഓർക്കണം MOLE മോൾ. അതിന്റെ യൂണിറ്റിന്റെ റെപ്രസെന്റേഷൻ MOL മാത്രം. കറണ്ട് ആംബിയർ A. 7 എണ്ണം അടുത്ത ക്ലാസ്സിന് മുമ്പ് എല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. ഈ 7 എണ്ണം മൊത്തം. ഓക്കെ, നോട്ട് എഴുതി എനിക്ക് ഗ്രൂപ്പിൽ ഇന്ന് വൈകിട്ട് തന്നെ അയക്കണം. എപ്പോഴാണ് കളിക്കാൻ പോകുന്നത്? 3:30-ക്കോ കളിക്കാൻ പോകണം? ആര്? ക്ലാസ് ഉള്ളൂ, മറ്റേ ടീച്ചറിന്റെ ക്ലാസ്. സിസ്റ്റം, MK സിസ്റ്റം, FPS സിസ്റ്റം, SI യൂണിറ്റ്. ഏതൊക്കെയാ പറഞ്ഞ? CGS, MKS, FPS, SI. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലോട്ട് ഇട്ടേര്. കൊച്ചു വേണേ നോട്ട് എഴുതി എടുക്കട്ടെ. സാറേ ഒന്ന് എടുക്കാം, എന്റെ ഫോണിൽ ഇതൊക്കെ പോയതാ, കിട്ടത്തില്ല. എന്റെയും കിട്ടത്തില്ല, ഞാൻ ലാപ്പ് എടുക്കണം. ഞാൻ മറ്റേ പോലെ എടുത്ത് ഡബിൾ ആയിട്ട് കിടക്കും, ചിലപ്പോഴേ ശരിയാവുള്ളൂ. ചുമ്മാ എടുത്ത് നോക്കി, കിട്ടുന്നേ കിട്ടട്ടെ. കിട്ടി. സോ നെക്സ്റ്റ് നമ്മൾ ആംഗിൾ, കോണുകൾ അല്ലേ. ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കുലർ മോഷനിലാണെങ്കിൽ നമുക്ക് പറയാം അതൊരു റൊട്ടേഷനിൽ ഏർപ്പെടും. ഒരു റൊട്ടേഷനിൽ ഏർപ്പെടുമ്പോൾ വി ക്യാൻ ഡിസ്കസ്ഡ് ഇൻ ടേം ഓഫ് 2 എണ്ണം ഉണ്ട്. ഒന്ന് തന്നെ പറയും, നമ്മൾ തന്നെ പറഞ്ഞ പ്ലെയിൻ ആംഗിൾ എന്ന് കേട്ടില്ലേ? പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ ഒരു ആംഗിൾ വരയ്ക്കുക നോക്കുക. ഇവിടെ ഒരു പേപ്പർ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു ആംഗിൾ വരച്ചാൽ അതിപ്പോൾ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ നമ്മളതിനെ ആംഗിൾ ഇപ്പം ഇത്ര വാല്യൂ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറയും. അത് നമ്മൾ ഏതിലാണ് പറയണേ? ഡിഗ്രി. പ്ലെയിൻ ആംഗിളിനെ ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് റേഡിയനിലാണ്. ഏതാണ്? റേഡിയൻ. ഡിഗ്രീനെ റേഡിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് പൈ എന്ന് പറഞ്ഞ വാല്യൂ എത്രയാ? പൈ 3.14 ഡിവൈഡഡ് ബൈ 150. സോ 1 ഡിഗ്രി എന്ന് പറയുമ്പം ഡിഗ്രീനെ റേഡിയൻ ആക്കാൻ ഡിഗ്രി ടു റേഡിയൻ multiplied by 180.
എന്നാ പൈ പൈ ബൈ ബൈ 180. പൈ ബൈ 180. 150 കൊണ്ട് so degree, then degree is converted to radian. ഓക്കെ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം 1 റേഡിയൻ എത്ര ഡിഗ്രി ആണ്, അതിന്റെ വാല്യൂ ഒന്ന് ഓർത്ത് നോക്കണം. 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 57 ഡിഗ്രി 18 മിനിറ്റ്. റേഡിയൻ എത്രയാണ്? 57 ഡിഗ്രി 18 മിനിറ്റ് ആണ് 1 റേഡിയൻ. ഡിഗ്രിയുടെ ടൈം കേട്ടോ. ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ 18 മിനിറ്റ് കഴിഞ്ഞാൽ 60 മിനിറ്റ് കൂടുന്നതാണ് ഒരു ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ 18 മിനിറ്റ് 57 ഡിഗ്രി അല്ലേ, പിന്നെ കുറച്ചും കൂടെ ഉണ്ട്, അതാണ് 18 മിനിറ്റ് എന്ന് എഴുതുന്നത്. സോ 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 57 ഡിഗ്രി 18 മീറ്റർ അല്ല 18 മിനിറ്റ്. 57 ഡിഗ്രി 18 മിനിറ്റ്. സോ രണ്ടാമത് നമ്മൾ പറയുന്ന ആംഗിൾ ആണ്, ഇത് പ്ലെയിൻ ആംഗിൾ ആണ്. രണ്ടാമത്തെയാണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന ഒരു തടി, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഇതിപ്പോ പറഞ്ഞാൽ ഇതിന് പകരം ഒരു ഫുട്ബോളൊക്കെ ആണെങ്കിൽ അതിന് എല്ലാ വശവും ഇല്ലേ ഒരു സ്പിയർ ആയിട്ടിരിക്കും, മനസ്സിലായോ? എല്ലാ വശവും ഉള്ള ഒരു 3 ഡയമെൻഷണൽ ഫോമാണ്. 3 ഡയമെൻഷണൽ മെറ്റീരിയൽ. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സ്പിയർ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ് സ്റ്റെറിഡിയൻ. STERADIAN. എഴുതുന്നത് SR. ഇതിന്റെ ഏതാണ്? റേഡിയൻ. ഇതിന്റെ ഏതാണ്? സ്റ്റെറിഡിയൻ. SR ഓർ സ്റ്റെറിഡിയൻ. അതായത് ഒരു സ്റ്റെറിഡിയൻ എന്ന് പറഞ്ഞാൽ ദ സോളിഡ് ആംഗിൾ. ആംഗിൾ അപ്പോൾ 2 രീതിയിൽ 2 യൂണിറ്റ്സിൽ മെഷർ ചെയ്യാം. പ്ലെയിൻ ആംഗിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ദ ടേം ഓഫ് ഡിഗ്രി ഓർ റേഡിയൻ. SI ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ വി വാണ്ട് ടു ഡിസ്കസ് ഡിസ്റ്റൻസ് ടേം ഓഫ് റേഡിയൻ. ഡിഗ്രി ടു റേഡിയൻ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വേണേ ഇങ്ങനെ ചോദിക്കാം, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് 1 റേഡിയൻ എത്ര ഡിഗ്രിയാണ്? 57 ഡിഗ്രി 18 മിനിറ്റ്. അടുത്ത രണ്ടാമത്തെ കേസാണ് സോളിഡ് ആംഗിൾ. 3 ഡയമെൻഷണൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ബോള് പോലെ അല്ലെങ്കിൽ ഷോർട്ട് പുട്ട് ഒക്കെ ഇല്ലേ, അതായത് അതിനകവും ഉണ്ട് പുറവും ഉണ്ട്, മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേപ്പറെ വരയ്ക്കുന്ന ഒരു പേപ്പറിൽ ഒരു വൃത്തം വരച്ചാൽ അതാണ് പ്ലെയിൻ ആംഗിൾ. നമ്മളൊരു ബോളല്ലേ ഷോർട്ട് പുട്ട് എടുത്ത് അതിനെ നടുക്കൂട്ടി ഇങ്ങനെ ഒരു സർക്കുലറിൽ വെട്ടിയെടുക്കാം, ഒരു കഷ്ണം പോലെ, ഒരു കേക്ക് കഷ്ണം പോലെ മുറിച്ചെടുക്കാം, അതാണ് സോളിഡ് ആംഗിൾ. ഓക്കെ, ഡയമെൻഷൻ നമ്മൾ ഓരോ ഇപ്പൊ നമുക്ക് മാസം ഉണ്ട്, ഏരിയ ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പോവാ കേട്ടോ. അപ്പൊ ഡയമെൻഷൻ ഓഫ് ഇത് ചോദിക്കും ഉറപ്പായിട്ട്. ഓർമ്മ തന്നിട്ട് അതിന്റെ ഡയമെൻഷൻ എഴുതാൻ പരീക്ഷയ്ക്ക് വരും. ഡയമെൻഷൻ ഓഫ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഞാനായിരുന്നു സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ ടേമിൽ എഴുതുന്നതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാവും. ഏരിയയുടെ ഇക്വേഷൻ എന്നാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പം ലെങ്തിനെ L കൊണ്ട് കുടിക്കും അല്ലേ? L ഇൻറ്റു L സ്ക്വയർ. കണ്ടോ കിട്ടിയത്? ഇങ്ങനെ എഴുതിയാൽ ഇതാണ് അതിന്റെ ഡയമെൻഷൻ. ഇങ്ങനെ എഴുതിയാൽ 1 മാർക്ക് കിട്ടും. ഇതിന്റെ അല്ല ചോദിക്കുന്നതിന്റെ. അത് ചെയ്യണമെങ്കിൽ എന്നെ പ്രൈമറി ആയിട്ടുള്ളത് അറിയണം. എന്നാ വോളിയത്തിന്റെ ഏതായിരിക്കും പറഞ്ഞേ?
നീളം ഗുണം വീതി ഗുണം ഉയരം. L ഇൻറ്റു ഒരു ഹൈറ്റ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. L ഇൻറ്റു L, മൂന്നും നീളം തന്നെയല്ലേ, അപ്പൊ L ഇൻറ്റു L ഇൻറ്റു L എത്രയാകും? അപ്പൊ L3 L റേസ് ടു 3 ഓർ L ക്യൂബ്. L റേസ് ടു 3. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്നാന്ന് ഞാൻ പറഞ്ഞു? ഡെൻസിറ്റിയുടെ ടൈം മാസ് ബൈ വോളിയം. M ബൈ വോളിയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എഴുതിയില്ല, വോളിയത്തിന്റെ എത്രയാണ്? L റേസ് ടു 3. ഇനി നോക്കുക, ഡിവൈഡ് ബൈ താഴെയാണെങ്കിൽ മോളിൽ പോകുമ്പോൾ നെഗറ്റീവ് വരണം കേട്ടോ. M L റേസ് ടു എത്രയാവും? -3 ആവും. ഇവിടെ ഡിനോമിനേറ്റർ അല്ലേ കിടക്കുന്നത്, താഴെ കിടക്കുന്നത് 1/L³ ആണെങ്കിൽ മോളിൽ കൊണ്ടുപോയി എഴുതുമ്പോൾ L റേസ് ടു -3 ആകുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? അടുത്ത വെലോസിറ്റിയുടെ പറഞ്ഞു. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്നാ? വെലോസിറ്റിയുടെ ടൈം ബൈ ആദ്യം പഠിച്ചിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ് എന്ന് പറയുമ്പോൾ ദൂരം. ദൂരത്തിന്റെ ഡൈമെൻഷൻ ഏതാ? ലെങ്ത്. ബൈ ടൈമിന്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ ചെറുതൊന്നും എഴുതിയല്ല, എല്ലാം ക്യാപിറ്റൽ എഴുതുള്ളൂ. അപ്പൊ L ഈ മോളിൽ പോകുമ്പോൾ എത്രയാവും? T എന്ന് പറഞ്ഞാൽ T റേസ് ടു 1 അല്ലേ? അല്ലെ T എഴുതാം. അപ്പൊ T റേസ് ടു 1 ആണെങ്കിൽ മോളിൽ പോകുമ്പോൾ എത്രയാവും? -1. സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റിന് വരും ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇക്വേഷൻ എങ്ങനെയാവും? സെയിം തന്നെ, L ബൈ T. എഴുതുമ്പോ എങ്ങനെയാവും? LT റേസ് ടു -1. ഇവിടെ രണ്ടും 1/T എന്ന് പറഞ്ഞാൽ T റേസ് ടു -1 ആണ്. ഇവിടെ 1/T എന്ന് പറയുന്നത് T റേസ് ടു -1. എന്നാ ആക്സിലറേഷൻ പറഞ്ഞേ. എല്ലാ ഇക്വേഷനും നാളെ പഠിച്ചിരിക്കണം കേട്ടോ, ഇത് മുഴുവൻ തന്നെ. ഇക്വേഷൻ ചോദിക്കുമ്പോഴേ പറയാനും പറഞ്ഞു. ആക്സിലറേഷൻ ഇക്വേഷൻ എന്നാ? ഏതേ ബൈ ടൈം ആണ് ആക്സിലറേഷൻ? ഡിസ്പ്ലേസ്മെന്റ് ബൈ അതല്ലേടോ വെലോസിറ്റി എഴുതി. വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. വെലോസിറ്റിയുടെ നമുക്ക് ഏതാ കിട്ടിയത്? വെലോസിറ്റിയുടെ ഇവിടെ L T റേസ് ടു -1 ഡിവൈഡഡ് ബൈ T. ഓക്കെ, ഇപ്പൊ എങ്ങനെ എഴുതും? താഴെ ഒരു T ആടെയുണ്ട്. L T റേസ് ടു -1 വീണ്ടും T റേസ് ടു -1 അല്ലേ? ആദ്യത്തെ മോളിൽ പോകും. അപ്പം മോളിൽ വരുമ്പം ഇപ്പൊ T റേസ് ടു -1 ഇൻറ്റു T റേസ് ടു -1 ആണ്. രണ്ടും കൂടെ കൂട്ടുന്നത് T റേസ് ടു -2. ഓക്കെ, L T റേസ് ടു -1 പ്ലസ് -1 that's equal to L T റേസ് ടു -2. സ്ക്രീൻഷോട്ട് എടു. അതാണ് ആക്സലറേഷൻ. ആക്സലറേഷൻ എത്ര കിട്ടിയേ? L T റേസ് ടു -2. ഇതിന് മുഴുവൻ എഴുതിയെടുത്തേ. എന്നാല് ഇനിന്ന് പറയണത് ആക്സലറേഷൻ വരില്ല എടുത്തേ. ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാവോ? അതിന്റെ ഇക്വേഷൻ പറ. ഫോഴ്സ് F ഈക്വൽ ടു ഏഴാമത്തെ ലൈൻ എഴുതണേ. F is equal to mass into acceleration. സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരുന്നോ? ഇല്ലായിരിക്കും അല്ലേ? അപ്പൊ മാസിന്റെ M, ആക്സലറേഷന്റെ ഏതായിരുന്നു? ഇപ്പൊ എഴുതിയായിരുന്നല്ലോ. മാസ് ഇൻറ്റു വെലോസിറ്റി. ഫൈനൽ ഇത് പറയടോ. L T റേസ് ടു എത്രയാണ്? LT റേസ് ടു -1.
LT -1 ആണ് ആക്സിലറേഷന്റെ. -2. നോക്കിയേ, അപ്പൊ എല്ലാം കൂടെ ചേർത്ത് എങ്ങനെ എഴുതാം? ml e⁻². ഫോഴ്സിന്റെ കണ്ടോ, മാസിന്റെ എഴുതുക, ആക്സിലറേഷന്റെ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്. അതിന് ഞാൻ ആ ഓർഡറിൽ എഴുതി തന്നെ, പഠിച്ചോണം കേട്ടോ. എട്ടാമത് പ്രഷർ, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, F/A, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ എന്നാ ഇപ്പൊ കിട്ടി, പറ ഫോഴ്സിന്റെ പറ. mLT ml e⁻² ഡിവൈഡ് ബൈ ഏരിയയുടെ എന്നാ, ഏരിയയുടെ L2 അല്ലടോ, L². ഇപ്പൊ നോക്കുക, ഇനിയാണ് അടുത്ത ഒരു ഇക്വേഷൻ പറഞ്ഞത്. ഈ L² മോളിൽ പോകുമ്പോ എന്താവും? ml e⁻² ഇൻറ്റു വീണ്ടും L⁻² ആവുമല്ലേ? നോക്കി, ഇവിടെ ഒരു L എന്ന് പറയണ, ഇവിടെ ഒരു L കിടപ്പുണ്ട്, അത് L⁻1 ആണ്. ചുമ്മാ L എന്ന് പറഞ്ഞാല് ഇവിടെ L⁻² ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയെടുക്കണം. -2 + 1 എന്ന് പറഞ്ഞാൽ -1. അപ്പം m L⁻1 രണ്ടോടെ ചേർത്ത് e⁻². കണ്ടോ? അടുത്ത 9, വർക്കിന്റെ ഇക്വേഷൻ. ഇക്വേഷൻ എല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ പറ. ഫോഴ്സിന്റെ സ്ക്രീനെ നോക്കി പറയടോ, സ്ക്രീനെ കിടക്കും അതേ. mLT ml e⁻². ഡിസ്പ്ലേസ്മെന്റിന്റെ ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് T⁻1. എടോ, വേറെ ഡിസ്പ്ലേസ്മെന്റ് അല്ല, ഡിസ്റ്റൻസ് ആണ്. L അല്ലേ? അല്ല, L T⁻⁻ എന്നുള്ള നമ്മൾ എന്നാന്ന് എഴുതിയേ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എഴുതിയിട്ടല്ലേ L T⁻⁻. L/T ആയി. ഡിസ്പ്ലേസ്മെന്റ് ആണ് വെറും L. നോക്കി, ഇവിടെ 2 L ഉണ്ടല്ലേ? ഈ എല്ലും കൂടെ കൂട്ടിയാൽ എത്രയാവും? L × L എത്രയാ? L⁻². ml² e⁻². കണ്ടോ, ഇത് ml⁻⁻1 t⁻⁻1. വർക്ക് ml² t⁻⁻². 10ാമത് എനർജി. എനർജിയുടെ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലേ? എനർജി പാടാ, ചെയ്ത് പഠിക്കണ്ട. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എനർജിയുടെയും വർക്കിന്റെയും ഡയമെൻഷൻ ഒന്നാണ്. ഇതിന് രണ്ടിനും സെയിം. അങ്ങനെയെങ്കിൽ ഡയമെൻഷൻ ഏതാണ് ഇതിന്റെയും? ml² e⁻². ഇത് തന്നെ ഉണ്ടോ? കൈനറ്റിക് എനർജി ആണെങ്കിൽ ½ mv² ആണ് കൈനറ്റിക് എനർജി ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh ആണ്. ഇത് രണ്ടിന്റെ ഉത്തരം ഏത് തന്നെയാണ്? ഡയമെൻഷൻ ml² t⁻⁻². ചോദിക്കും കേട്ടോ, വർക്ക് എനർജി ml² t⁻⁻². അടുത്തത് 11ാമത്തെ കൈനറ്റിക് എനർജി. ഇപ്പൊ പറഞ്ഞത് കൈനറ്റിക് എനർജി equal to ½ mv² equal to ml² t⁻⁻². 12ാമത് പൊട്ടൻഷ്യൽ എനർജി equal to mgh equal to ml² t⁻⁻². അടുത്തത് 13, മൊമെന്റം. മൊമെന്റത്തിന്റെ മാസ് ഇൻറ്റു വെലോസിറ്റി.
അത് തന്നെ ചെയ്യാവോ? മാസിന്റെ ഏതാണ്? മാസിന്റെ ഒരു മാസിന്റെ എം, ലെങ്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് ന്റെ ഡിസ്റ്റൻസിന്റെ എൻഡ്, സമയത്തിന്റെ ടി. മാസിന്റെ ഏതാ? MLT. എം മാത്രമല്ലേ ഉള്ളൂ മാസിന്. എല്ല് ലെങ്തിന്റെ ആടോ. അപ്പൊ മാസിന്റെ മാത്രം MT. എഴുതി. ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാ T. ടി ആണ് വെലോസിറ്റി. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റിയുടെ ടൈം അല്ലേ? ആ മറച്ചു പോയിക്കേ, ഡിസ്റ്റൻസ് ബൈ ടൈം. എൽ ബൈ ടി LT ആയിരുന്നു. അപ്പൊ എൽ ടി റേസ് ടു -1. LT/-1 അപ്പൊ മൊത്തമായിട്ട് ചേർക്കുമ്പോ എം എൽ ടി റേസ് ടു MLT/-1. നാളെ പഠിച്ചില്ല ഞാൻ പറയാം കേട്ടോ. 14. ആ. അടുത്താണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ടൈം പീരിയഡ്. ഓക്കെ, 1/t എന്ന് പറഞ്ഞാൽ ടി റേസ് ടു ടി റേസ് ടു M. എടാ 1/t എന്ന് പറഞ്ഞാൽ മോളിൽ പോകുമ്പോൾ ടി റേസ് ടു എത്രയാവും? -1. അപ്പൊ ടി റേസ് ടു -1 മാത്രമേ ഉള്ളൂ പീരീഡിന് ഫ്രീക്വൻസി കേട്ടോ. ഓക്കെ, മതി, ഇവിടെ നിൽക്കട്ടെ. ഇതെല്ലാടെ പഠിച്ചും മുഴുവൻ തെറ്റിക്കൂല. ഇത്രയും എഴുതി 2 പ്രാവശ്യം നോട്ട് വായിച്ച് ക്ലാസ് 1 പ്രാവശ്യം കൂടി മുഴുവൻ പഠിച്ച് തീർത്തിട്ടിരിക്കണം. യൂണിറ്റ് സിസ്റ്റം, പിന്നെ ഡയമെൻഷൻ എഴുതുന്നത് കേട്ടോ. ആ കൊച്ചിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ പറഞ്ഞു കൊടുക്കുക. എന്നാന്ന് വെച്ച് നാളെ 8:30 മുമ്പ് നോട്ട് വായിക്കണം. ലിങ്ക് ആകുമ്പോൾ ഞാൻ അങ്ങ് ഇട്ടേക്കാം കേട്ടോ. ശരി എന്നാ.